ഹലോ, അസ്സലാമു അലൈക്കും. കളർഫുൾ ഈ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അൽമാഹിർ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. 4, 7, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി നടത്തപ്പെടുന്ന അറബി ഭാഷാ സ്കോളർഷിപ്പ് എക്സാമാണിത്. മുൻ വർഷങ്ങളിൽ 4 ജില്ലകളിൽ മാത്രമാണ് ഈ സ്കോളർഷിപ്പ് എക്സാം നടത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എക്സാം നടത്തുന്നുണ്ട്. ഒക്ടോബർ 3 സ്കൂൾ തല എക്സാം. അതിൽ 70% മുകളിൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും ജില്ലാതല സ്കോളർഷിപ്പ് എക്സാമിന് അവസരമുണ്ടാവുക. ഫൈനൽ എക്സാമിൻ്റെ ഡേറ്റ് ഒക്ടോബർ 26 ആകെ 20 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൽ 8 ഈ വർഷത്തെ പാഠത്തിലെ ആദ്യ 2 യൂണിറ്റിൽ നിന്നും, 4 മുൻ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളിൽ നിന്നും, 4 പൊതുവിജ്ഞാനത്തിൽ നിന്നുമാണ് ഉണ്ടാവുക. ഫൈനൽ എക്സാമിനാണെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യ ബാങ്ക് നൽകുന്നതായിരിക്കും. 60% ചോദ്യങ്ങൾ ആ ചോദ്യ ബാങ്കിൽ നിന്നും, ബാക്കി 40% ആനുകാലിക വിഷയങ്ങളിൽ നിന്നുമായിരിക്കും ചോദിക്കുക. ഈ വീഡിയോ LP ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിട്ടുള്ളതാണ്. കാരണം LPയിലെ 4ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. കൂടാതെ മറ്റ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അൽമാഹിർ എക്സാമിൻ്റെ മുൻവർഷ ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഉക്തുബ് ഇസ്മ ഷക്കിലിൽ ഹന്തസിയ. ചിത്രത്തിൽ കാണുന്ന രൂപത്തിന് എന്താണ് പറയുക? സമചതുരമാണ് കാണുന്നത്. ഉത്തരം മുറബ്ബ. രണ്ടാമത്തെ ചോദ്യം, മൻ അല്ലഫ നഷീദത്തുൽ വത്വൻ. നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. മൂന്നാമത്തെ ചോദ്യം, ഫി ഡേഷ് സബത്തു അയ്യാം. 7 ദിവസങ്ങൾ എന്തിലാണുള്ളത്? മാസത്തിലാണോ, ആഴ്ചയിലാണോ, വർഷത്തിലാണോ? ആൻസർ ആഴ്ചയിലാണ് അല്ലേ, ഉസ്ബൂ. നാലാമത്തെ ചോദ്യം, അയ്യു യൗമിൻ നഹ്തഫിലു യൗമുൽ ഇസ്തിഖ്ലാൽ. യൗമുൽ ഇസ്തിഖ്ലാൽ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുന്നവർക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. യൗമുൽ ഇസ്തിഖ്ലാൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്വാതന്ത്ര്യദിനം. അയ്യു യൗമിൻ നഹ്തഫിലു യൗമുൽ ഇസ്തിഖ്ലാൽ. നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസത്തിലാണ്? ആൻസർ ആഗസ്റ്റ് 15. അഞ്ചാമത്തെ ചോദ്യം, അരിബ് റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ട് എന്നതിൻ്റെ അറബി, ചെങ്കോട്ടയുടെ അറബിയാണ് ചോദിച്ചത്. ആൻസർ ഖൽഅത്തുൽ ഹംറാ. ആറാമത്തെ ചോദ്യം, മൻ ബന താജ്മഹൽ. താജ്മഹൽ നിർമ്മിച്ചത് ആരാണ്? ഷാജഹാൻ. ഷാജഹാൻ ചക്രവർത്തിയാണ് താജ്മഹൽ നിർമ്മിച്ചത്. ഏഴാമത്തെ ചോദ്യം, ഉക്തുബുൽ ജം ലിൽ കലിമത്തി മാഷിയ. മാഷിയ എന്ന കലിമത്തിൻ്റെ ബഹുവചനം എന്താണ്? മവാഷി. നമ്മൾ 1ാമത്തെ യൂണിറ്റിൽ പഠിച്ചതാണ്. എട്ടാമത്തെ ചോദ്യം, യസ്കുനുൽ കൽബു ഫി ഡാഷ്. കൽബിൻ്റെ മസ്കൻ്റെ പേരാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ആൻസർ വിജാർ. 9ാമത്തെ ചോദ്യം, യസൂബുൻ ജം. യസൂബ് എന്നതിൻ്റെ ബഹുവചനം യാസീബ്. 10ാമത്തെ ചോദ്യം, കം ലൗനൻ ഫി ലിവാൽ ഹിന്ദ്. ഇന്ത്യൻ പതാകയിൽ എത്ര നിറങ്ങളുണ്ട്? ആൻസർ സലാസ, 3. 11ാമത്തെ ചോദ്യം, അമാം ലിദ്. അമാം എന്നതിൻ്റെ വിപരീത പദം. അമാം എന്ന് പറഞ്ഞാൽ മുൻപിൽ, അതിൻ്റെ വിപരീതം എന്താണ്? പിന്നിൽ എന്നാണ് അല്ലേ. ആൻസർ വറാ. 12ാമത്തെ ചോദ്യം, തെഹ്ത. തെഹ്തയുടെ ലിദ്ദാണ് ഇവിടെ എഴുതേണ്ടത്. തെഹ്ത എന്ന് പറഞ്ഞാൽ താഴെ, അതിൻ്റെ വിപരീത പദം മുകളിൽ എന്നാണ് അല്ലേ. ആൻസർ ഫൗക്ക. 13ാമത്തെ ചോദ്യം, അബുൻ മുത്തറാദിഫ്. അബ് എന്നുള്ളതിൻ്റെ മുത്തറാദിഫ്. മുത്തറാദിഫ് മീൻസ് പകരം പദം. എന്താണ്? വാലിദ്. 14ാമത്തെ ചോദ്യം, മൻ ഹുവ
അവ്വൽ ഖുലഫാഉർ റാഷിദീൻ. ഖുലഫാഉർ റാഷിദീങ്ങളിൽ ഒന്നാമൻ, ആദ്യത്തെ ആൾ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 15ാമത്തെ ചോദ്യം, അയ്യു യൗമിൻ നഹ്തഫിലു യൗമുൽ ആലമി ലില്ലുഗത്തിൽ അറബിയ. വേൾഡ് അറബിക് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ് ലോക അറബി ഭാഷാ ദിനം? ഡിസംബർ 18. 16ാമത്തെ ചോദ്യം, മാഹുവ അവ്വലു ഷഹർ മിൻ തക്വീമിൽ ഹിജ്രിയെ. ഹിജ്റ കലണ്ടറിലെ ആദ്യ മാസം ഏതാണ്? അറബി മാസത്തിലെ ആദ്യത്തെ മാസം ഏതാണ്? ആൻസർ മുഹറം. 17ാമത്തെ ചോദ്യം, മാഹുവ ഷാദ്. ഒറ്റയാൻ ആരാണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? റുമ്മാൻ, ബാമിയ, തുഫാഹ്, ബുർത്തുക്കാൽ. ഇവിടെ 4 കൊടുത്തിട്ടുണ്ട് അല്ലേ? റുമ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനാർ. ബാമിയ എന്ന് പറഞ്ഞാൽ വെണ്ട. തുഫാഹ് ആപ്പിൾ, ബുർത്തുക്കാൽ ഓറഞ്ച്. അപ്പോൾ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? ബാമിയ. ബാക്കിയൊക്കെ എന്താണ്? ഫ്രൂട്ട്സ് ആണ്. ബാമിയ എന്ന് പറയുന്നത് വെജിറ്റബിൾസിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ പെടാത്തത് ബാമിയയാണ്. 18ാമത്തെ ചോദ്യം, മൻ മുഅല്ലിഫ് ഖസീദ അസ്സഹ്റത്തു സാഖിത. സഹ്റത്തു സാഖിത മീൻസ് വീണപ്പൂവ്. വീണപ്പൂവ് എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ആൻസർ കുമാരനാശാൻ. 19ാമത്തെ ചോദ്യം, ഐന തഖൗ ബർലമാനുൽ ഹിന്ദി. ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഡൽഹി. 20ാമത്തെ ചോദ്യം, ഈദുൽ ഫിത്തർ ഫി ഷഹരി ഡാഷ്. ഈദുൽ ഫിത്തർ ഏത് മാസത്തിലാണ്? ശവ്വാൽ. 21ാമത്തെ ചോദ്യം, മാഹുവൽ ഇസ്മുൽ ഖദീം ലിൽ മദീന. മദീനയുടെ പഴയ പേരെന്താണ്? ആൻസർ യസ്രിബ്. 22ാമത്തെ ചോദ്യം, മാഹിയ സൂറത്തുൽ വഹീദ അല്ലത്തി സുമ്മിയത് ബിസ്മി ഇമ്ര. ഖുർആനിലെ ഏക സൂറത്ത്, സ്ത്രീയുടെ പേരിലുള്ള ഏക സൂറത്ത് ഏതാണ്? ആ സൂറത്തിൻ്റെ പേര് തന്നെ ഒരു സ്ത്രീയുടെ പേരാണ്. ആ സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം സൂറത്തു മറിയം. 23ാമത്തെ ചോദ്യം, ഐ സൂറ തോറഫു ബി അറൂസിൽ ഖുർആൻ. അറൂസുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ആൻസർ സൂറത്തുർ റഹ്മാൻ. 24ാമത്തെ ചോദ്യം, മാഹിയ അത്വലു ആയ ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആയത്ത് ഏതാണ്? ആൻസർ ആയത്തുദ്ദൈൻ. 25ാമത്തെ ചോദ്യം, ആഹിർ സൂറ ഫിൽ ഖുർആൻ. ഖുർആനിലെ അവസാന സൂറത്ത് ഏതാണ്? ഖുർആനിലെ അവസാന സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം സൂറത്തുന്നാസ്. 26ാമത്തെ ചോദ്യം, മാഹിയ അസ്ഗറു മുഖാത്വ ഫി കൈരല. കേരളത്തിലെ ഏറ്റവും ചെറിയ മുഖാത്വ ഏതാണ്? മുഖാത്വ മീൻസ് ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. 27ാമത്തെ ചോദ്യം, സൂറത്തുൻ ലൈസ ഫീഹ ഹർഫു ഫ. ഫ എന്ന ഹർഫില്ലാത്ത സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. 28ാമത്തെ ചോദ്യം, മാഹുവ അവ്വലു ഷഹർ ഫീ തക്വീമി മലയാളം. മലയാളം കലണ്ടറിലെ ആദ്യ മാസം ഏതാണ്? ആൻസർ ചിങ്ങം. 29ാമത്തെ ചോദ്യം, മാഹിയൽ ഫാക്കിഹത്തുൽ വത്നിയിൽ ഹിന്ദ്. ഇന്ത്യയുടെ ഔദ്യോഗിക ഫലം ഏതാണ്? ആൻസർ അംബജ് അല്ലെങ്കിൽ മാഞ്ച, മാങ്ങ. 30ാമത്തെ ചോദ്യം, മൽ ഹയവാനുൽ മുലഖബ് ബിസ്മി സഫീനത്തു സഹ്റാ. സഫീനത്തു സഹ്റാ എന്ന പേരിൽ അറിയപ്പെടുന്ന മൃഗം ഏതാണ്? മരുഭൂമിയിലെ കപ്പൽ. സഫീന മീൻസ് കപ്പൽ. സഫീനത്തു സഹ്റാ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ കപ്പൽ.
ആൻസർ ജമൽ അല്ലെങ്കിൽ ഇബിൽ, ഒട്ടകം. എക്സാമിന് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അൽമാഹിർ എക്സാമിന് വരാൻ സാധ്യതയുള്ള കൂടുതൽ ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് കാണുക. അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിലുണ്ട്. അപ്പോൾ എല്ലാ മക്കളും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോവുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.